ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എന്നാ പിന്നെ ആഘോഷം തുടങ്ങല്ലേ? തുടങ്ങാം. പക്ഷേ ഏട്ടത്തി ഒരു കാര്യം മനസ്സിലാക്കണം. ഏട്ടത്തിയോട് സ്നേഹം ഉണ്ടായിട്ടോ പഴയ കാര്യങ്ങളൊന്നും മറന്നിട്ടോ അല്ല ഞാനിതിന് മുൻകൈ എടുക്കുന്നത്. നിനക്ക് വേണോ? എന്താ കഴിഞ്ഞ 2 ദിവസം ഓഫീസിൽ നീ ഇല്ലായിരുന്നല്ലോ, എവിടെ പോയി? ഞാനെങ്ങും പോയില്ലല്ലോ. ആര് പറഞ്ഞു? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാനത് ശ്രദ്ധിക്കുന്നു. നിനക്ക് എന്താ പറ്റിയേ? ഏയ് ഒന്നുമില്ല, അച്ഛനെ തോന്നുന്നതായിരിക്കും. ഞാനെന്തെങ്കിലും ആവശ്യത്തിന് പോയ സമയത്തായിരിക്കും അച്ഛൻ ഓഫീസിലേക്ക് വിളിച്ചത്. ആണോ? നന്ദൻ പഴയ പോലെ ബിസിനസ് കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അച്ഛനെന്താ എന്നെ കുറ്റപ്പെടുന്നത് പോലെ സംസാരിക്കുന്നത്? ഞാനെന്താ തെറ്റ് ചെയ്ത പോലെ? നീ തെറ്റ് ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്. ബിസിനസ് എന്ന് പറയുന്നത് എന്നും കോമ്പറ്റീഷനാണ്. ഓരോ ദിവസവും പുതിയ പുതിയ തന്ത്രങ്ങളാണ് മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ ആരെങ്കിലും ബിസിനസ്സിൽ ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മൾ പുറകോട്ട് പോകും. അങ്ങനൊന്നുമില്ല. നന്ദേട്ടൻ ആവശ്യമില്ലാതെ എങ്ങോട്ടും പോകുന്നില്ല. GST ഓഫീസിൽ 2 തവണ പോയിരുന്നു കഴിഞ്ഞ ആഴ്ച. ആ സമയത്തായിരിക്കും ചിലപ്പോൾ ഞാൻ വിളിച്ചത്. ഓക്കെ, ഞാനതിൽ തർക്കിക്കുന്നില്ല. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വേറൊരു കാര്യമാണ്. നന്ദന്റെ കാര്യം തന്നെയാ. മറ്റൊന്നുമല്ല, അടുത്ത ദിവസം നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? അത് നമുക്ക് ഗംഭീരമായിട്ട് നടത്തണം. എന്താ വന്തികെ, അത് വേണ്ടേ? ഏയ് അതൊന്നും വേണ്ട. എനിക്ക് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ ഒരു താല്പര്യമില്ല. എനിക്ക് താല്പര്യമുണ്ട് അച്ഛാ. എന്താ അർച്ചനയുടെ അഭിപ്രായം? വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നത് നല്ലത് തന്നെയാ. പക്ഷെ അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവരല്ലേ. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് വിട്ടുകൊടുക്കുന്നതല്ലേ അച്ഛൻ നല്ലത്. എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ് ഈ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നത്. എന്നാൽ എനിക്ക് അങ്ങനെയല്ല. ഇത്തവണ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഗംഭീരമായിട്ട് ആഘോഷിക്കാനാ എന്റെ തീരുമാനം. അതിന്റെ ചുമതല മുഴുവൻ ഞാൻ ഏൽപ്പിക്കുന്നത് അർച്ചനയാണ്. നന്ദനും അവന്തിയേക്കും എന്റെ തീരുമാനത്തിൽ എന്തെങ്കിലും എതിർപ്പുണ്ടോ? എനിക്കൊരു എതിർപ്പില്ല അച്ഛാ, സന്തോഷമേ ഉള്ളൂ. എനിക്കന്ന് 1-2 എമർജൻസി മീറ്റിങ്ങുകളുണ്ട്. അതൊന്നും മാറ്റിവെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് വേണ്ടെന്ന എന്റെ അഭിപ്രായം. എന്ത് എമർജൻസി ആയാലും ഇത്തവണത്തെ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ചിലപ്പോ ഇതിന്റെ അവസാനത്തെ ആഗ്രഹമാണെങ്കിലോ? മനുഷ്യന്റെ കാര്യമല്ലേ, എപ്പോഴാ എന്താന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഒരു വെഡിങ് ആനിവേഴ്സറി നടത്തുന്നതിന് അച്ഛൻ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? എപ്പോഴാ എന്താന്നൊക്കെ ദൈവം തീരുമാനിച്ചോളൂ. പക്ഷെ അതിങ്ങനെ അച്ഛന്റെ നാവ് കൊണ്ട് പറഞ്ഞു കേൾക്കാൻ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല. ശരി, സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ ഈ വെഡിങ് ആനിവേഴ്സറി നടക്കണം. എനിക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാ അച്ഛൻ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? എടാ, ഒരു വീട്ടിലെ സന്തോഷത്തിന്റെ നിമിഷങ്ങളൊക്കെ ആഘോഷിക്കണം. ഒരു മനുഷ്യ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ വളരെ കുറച്ച് ദിവസങ്ങളാണ്. അതൊക്കെ ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ നീയൊക്കെ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? എന്തായാലും എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. ബാക്കിയൊക്കെ ഞാൻ അർച്ചനയെ ഏൽപ്പിച്ചു കഴിഞ്ഞു. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്കിതിലൊട്ടും താല്പര്യമില്ല. അത് പറ്റില്ല. എന്തൊക്കെ സംഭവിച്ചാലും
വെഡിങ് ആനിവേഴ്സറിക്ക് നീ ഇവിടെ ഉണ്ടാവണം. എന്നാ പിന്നെ ആഘോഷം തുടങ്ങല്ലേ? തുടങ്ങാം. പക്ഷേ ഏട്ടത്തി ഒരു കാര്യം മനസ്സിലാക്കണം. ഏട്ടത്തിയോട് സ്നേഹം ഉണ്ടായിട്ടോ പഴയ കാര്യങ്ങളൊന്നും മറന്നിട്ടോ അല്ല ഞാൻ ഇതിന് മുൻകൈ എടുക്കുന്നത്. ഈ വീട്ടിലെ അവസാനത്തെ വാക്ക് അച്ഛൻ്റെതാ. അച്ഛന്റെ ആഗ്രഹങ്ങളാ ഈ വീട്ടിൽ എല്ലാവരും വലുതായി കാണുന്നതും. അച്ഛനെ വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് മാത്രം അച്ഛൻ എന്നെ ഏൽപ്പിച്ച ചുമതല ഞാൻ ഭംഗിയായിട്ട് ചെയ്യും. അച്ഛനെ ഓർത്ത് മാത്രം ഇപ്പോഴെല്ലാം സഹിക്കുന്നു. അത് മറ്റാരെക്കാളും കൂടുതൽ അറിയുന്നത് അർച്ചനയ്ക്ക് തന്നെയല്ലേ? അതാണല്ലോ എന്റെയും ഏറ്റവും വലിയ ധർമ്മസങ്കടം. ആരുടെ പക്ഷത്ത് നിൽക്കണമെന്ന് ആലോചിക്കുമ്പോ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. പണ്ട് ഞാൻ എല്ലാത്തിനും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കൂടെ നിന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ മനസ്സുകൊണ്ട് നിങ്ങളുടെ കൂടെയാ. പക്ഷെ അച്ഛന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ഈ കാര്യം അച്ഛനോട് പറയാൻ വയ്യ. എന്നെക്കാൾ കൂടുതൽ അച്ഛനെ അറിയാവുന്ന ആളല്ലേ ഡോക്ടർ. ഇക്കാര്യത്തില് അച്ഛനെ വേദനിപ്പിക്കാൻ ഡോക്ടർക്ക് കഴിയൂ? ഒരിക്കലും പറ്റില്ല. ഒരു മകളെ പോലെ എന്നോട് കാണിച്ച കരുതലിനും സ്നേഹത്തിനും ഞാൻ അച്ഛന് എന്ത് പകരം കൊടുത്താലും മതിയാവില്ല. ഇന്ന് ഞാനിങ്ങനെ നിൽക്കുന്നത് അച്ഛനുള്ളതുകൊണ്ടാ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നന്ദനെ വേദനിപ്പിക്കാനും എനിക്ക് പറ്റില്ല. ഞങ്ങൾക്ക് ഇനി ഒരിക്കലും പരസ്പരം പിരിയാൻ പറ്റില്ല. ഒരർത്ഥത്തിൽ ഇക്കാര്യം അർച്ചന എന്നോട് സംസാരിച്ചത് നന്നായി. ആരോടെങ്കിലും ഇതൊന്ന് പറയാൻ കഴിയാത്ത ടെൻഷനിലായിരുന്നു ഞാൻ.